ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കുറേ സിനിമകളുണ്ട്. വെറും സിനിമകൾ മാത്രമല്ല, ആ സിനിമയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയമല്ല. രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട സിനിമകളാണെന്ന് ആലോചിക്കണം. അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ നായികമാർക്ക് പ്രാധാന്യം കുറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ താങ്കൾ ചോദിക്കും, പഞ്ചാഗ്നി എന്ന സിനിമ ഒരു രാഷ്ട്രീയ സിനിമയുടെ പശ്ചാത്തലമല്ലേ എന്നുള്ളത്. അതിലെ ഗീത അവതരിപ്പിച്ച കഥാപാത്രത്തിന് നായകനേക്കാൾ ശക്തിയില്ലേ, പ്രാധാന്യമില്ലേ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയുന്നില്ല. നായികമാർക്ക് പ്രാധാന്യമുള്ള കുറേ സിനിമകൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. പിന്നീട് വന്ന സിനിമകൾ നമ്മൾ എടുത്തു നോക്കുക. നായികമാർ കഴിവുള്ളവരായിട്ട് പോലും നായക നടന്മാർക്ക് സഹായകമായതിൽ പുട്ടിന് പീര പോലെ ഒരു പീര കണക്കെയായിരുന്നു നായികമാരുടെ റോളുകളെല്ലാം. അപ്പോൾ ശക്തമായ നായികമാർ പോലും ആരുമല്ലാതായി തീർന്നിരിക്കുന്നു. പിന്നീട് മഞ്ജു വാര്യർ വന്നപ്പോഴാണ് കഥാപാത്രങ്ങൾക്ക്, സ്ത്രീ കഥാപാത്രങ്ങളുടെ ശക്തി കൂടുതൽ ഉണ്ടായതെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഇതിങ്ങനെ പറയാനും കാരണം സിനിമ മാറിയിരിക്കുന്നു. സിനിമ മാറി എന്ന് പറഞ്ഞാൽ രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ അടുത്തടുത്ത് കാണാനിടയായി. ഒന്ന് മമ്മൂട്ടിയുടെ കാതൽ, രണ്ട് മോഹൻലാലിൻ്റെ നേര്. ഈ രണ്ട് സിനിമകളെ സംബന്ധിച്ചും തിയേറ്ററിൽ മിനിമം ഗ്യാരണ്ടി ഉണ്ടാകുമോ എന്ന് സംശയിച്ച സിനിമകളെന്ന് ആലോചിക്കണം. ഈ രണ്ട് സിനിമകളുടെ തുടക്കം മുതൽ രണ്ടു കൂട്ടരുടെയും ഫാൻസുകാർ വന്നിരുന്നില്ല എന്നുള്ളൊരു സത്യമാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഫാൻസുകാർ എഴുതി തള്ളിയ ആദ്യ ഷോ മുതലാണ് ഈ സിനിമയുടെ വിജയം തുടങ്ങിയെന്ന് ആലോചിക്കണം. ആ സിനിമ കണ്ടപ്പോൾ, ആദ്യം കാതൽ കണ്ടപ്പോൾ അതിൽ ജ്യോതികയുടെ ഒരു കഥാപാത്രമുണ്ടെന്ന് ആലോചിക്കണം. ഓമന എന്നുള്ളൊരു കഥാപാത്രം. ഇത്രയും മനോഹരമായിട്ട് അഭിനയിക്കുന്ന നടിയാണ് ജ്യോതിക. തമിഴ് സിനിമകളിൽ അതിശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാൻ വരുമ്പോൾ അവരുടെ റോളിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടായിരിക്കും എന്ന് ശങ്കിച്ചവരുണ്ട്. അവർ തന്നെ ഈ സ്വയം ചോദിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. എന്നാൽ ഇവിടെ വന്ന് അഭിനയം കഴിഞ്ഞപ്പോൾ, അതിൻ്റെ പ്രിവ്യൂ കണ്ടപ്പോഴാണ് മമ്മൂട്ടിയോടൊപ്പം തന്നെ നിൽക്കാവുന്നൊരു കഥാപാത്രമാണ് ജ്യോതികയുടെ ഓമന എന്നുള്ള കഥാപാത്രം. ആ ഓമന എന്നുള്ള കഥാപാത്രം നായിക മാത്രമല്ല, നായികമാർ ആകുമ്പോൾ, നായകനാകുമ്പോൾ അതിൻ്റെ പ്രത്യേകതകളുണ്ട്. എന്താണ് ഓമന എന്നുള്ള കഥാപാത്രത്തിൻ്റെ പ്രത്യേകത? അതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ എന്താ, മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രം എന്താണ്? തൻ്റെ പുരുഷവർഗത്തിൽപ്പെട്ട ഒരാളുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പാണ് ശരിക്ക്. അത് വേണമെങ്കിൽ കുടുംബം പ്രേക്ഷകർ കാണാതിരിക്കത്തക്ക അശ്ലീലമായൊരു സിനിമയാക്കി മാറ്റാമായിരുന്നു ആലോചിക്കണം. അത് ഇങ്ങനെ ഒരു വിഷയമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിരോധിച്ച കാര്യം നമുക്കറിയാം. പലരും നെറ്റി ചുളിച്ചു. മമ്മൂട്ടിയോ എന്താ ഇങ്ങനെ, അങ്ങേർക്ക് എന്ത് പറ്റി, ഈ വയസ്സാം കാലത്ത് ഇങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടിയിരുന്നോ എന്ന് ചോദിച്ച് പരിഹസിച്ചവർ ഏറെയാണെന്ന് ആലോചിക്കണം. അവിടെ മമ്മൂട്ടി ചെവി കൊടുത്തില്ല. ആദ്യം നിങ്ങൾ സിനിമ കാണൂ, സിനിമ കണ്ട് നിങ്ങൾ ചർച്ച ചെയ്യൂ, എന്നിട്ട് എൻ്റെ അടുത്ത് വരൂ എന്നാണ് ആ മൗനാനുവാദത്തോടെ മമ്മൂട്ടി പറഞ്ഞതെന്ന് ആലോചിക്കണം. സിനിമ കണ്ടപ്പോഴാണ് ഇത്രയും ക്ലീനായിട്ടുള്ളൊരു സിനിമ. ഈ കഥാതന്തു ഇങ്ങനെയാണ് പറയുന്നതെങ്കിലും അതങ്ങനെ വളരെ ബാലിശമായി പോകാവുന്ന നിസ്സാരമായിട്ടുള്ള ഒരു ഭാഗത്തുകൂടെ, പക്ഷെ അതിൻ്റെ ഒരു ഇന്നർ ജീവിതമുണ്ടെന്ന് ആലോചിക്കണം. അതാണ് ആ സിനിമയുടെ ഒരു പ്രത്യേകത. അത് ഇത്രയും വർഷം കഴിഞ്ഞ് ചോദിക്കാം, ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണോ ഓമനയ്ക്ക് ഭർത്താവിനെ വേണ്ടാന്ന് തോന്നാൻ കാരണമെന്ന് ചോദിച്ചേക്കാം. അതിൻ്റെ പിന്നാമ്പുറകളിലേക്കല്ല പോകുന്നത്. ഇത്രയും വർഷമായപ്പോൾ ഓമന എന്നുള്ള കഥാപാത്രം, അതായത് ജ്യോതിക, തൻ്റെ മമ്മൂട്ടിയുടെ രീതി ശരിയല്ല, ഇങ്ങനെ പോകാൻ പറ്റില്ല, രണ്ടുപേർക്കും ജീവിതമുണ്ട്, ഈ രണ്ടുപേരുടെ ഇനിയെങ്കിലും അവർക്കൊരു ജീവിതം വേണം, അതുകൊണ്ടൊരു ഡിവേഴ്സ് നടത്തിക്കൊണ്ട് രണ്ടുപേരും പോയി അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കട്ടെ എന്ന ധ്വനിയാണ് നൽകുന്നത്. അതിൻ്റെ കൂടെ മാനസിക സംഘർഷങ്ങൾ, സങ്കടങ്ങൾ അതിമനോഹരമായി എടുത്തിരിക്കുന്നു. ഒപ്പം
പറയാൻ മടിക്കുന്ന സ്ത്രീകളുണ്ട്. വർഷങ്ങളായി സ്ത്രീകൾ പലതും പറയാൻ മടിക്കുന്നു. നമ്മൾ അതറിയണമെങ്കിൽ കുടുംബ കോടതികളിൽ പോയാൽ മതി. കുടുംബ കോടതികളിൽ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും വിവാഹബന്ധം വേർപെടുത്താൻ വന്ന് ഇതിൻ്റെ രഹസ്യങ്ങളിലേക്ക് പോകുമ്പോൾ വക്കീലുമാർ ആലോചിക്കും, പറയുന്നത് കഥകൾ എന്താ? സ്വഭാവ ദൂഷ്യം കൊണ്ടല്ല, ജീവിതം ഒന്നേയുള്ളൂ, വിവാഹം കഴിക്കുന്നത് സന്യാസിമാരായി ജീവിക്കാനല്ല, അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാനാണ്. ആ ജീവിതത്തിനൊരു ജീവിതമുണ്ട്, സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം എന്ന് ചോദിക്കാൻ ഇപ്പോൾ യുവതികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ആ യുവതികളുടെ പ്രതിനിധിയായിട്ടാണ് ഓമന എന്നുള്ള കഥാപാത്രത്തെ ജ്യോതിക അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ജ്യോതിക അവതരിപ്പിക്കും ഈ ചോദ്യം, ഇങ്ങനെ ചോദിക്കാനുള്ള തൻ്റെ ഇടം വരാനിരിക്കുന്ന യുവതികൾക്കുണ്ടായിരിക്കും. കാരണം വിവാഹം കഴിക്കുമ്പോൾ നോക്കേണ്ടത് ജാതക പൊരുത്തമല്ല, അവരുടെ ശരീരത്തിൻ്റെ പ്രശ്നമാണ്, അവരുടെ മനസ്സിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെയാണിത് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ ജ്യോതികയുടെ കഥാപാത്രം ഇത് പറയാൻ തൻ്റെ ഇടം കാണിച്ചെങ്കിൽ വരാനിരിക്കുന്ന ഇനിയുള്ള യുവതികളെല്ലാം ഇതേ ചോദ്യങ്ങൾ ചോദിക്കും. തൻ്റെ ഇണയായി വരുന്ന ഭർത്താവിന് അല്ലെങ്കിൽ തൻ്റെ ഇണയായി വരുന്ന ഭാര്യയ്ക്ക് അവരുടെ ശാരീരികമായ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇവർ പിരിഞ്ഞതും നല്ലോണം നടക്കുന്നതും. രണ്ടാമത് നമ്മൾ കണ്ടത് ഈ മോഹൻലാലിൻ്റെ നേരാണ്. മോഹൻലാലിൻ്റെ നേരിൽ സത്യത്തിൽ നേരിൽ നായകന്മാർക്കും അമിതമായ പ്രാധാന്യം ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, അമിതമായിട്ടുള്ള പ്രാധാന്യം തന്നെയാണ് ഇതിലെ നായിക അനശ്വര രാജന് കൊടുത്തിരിക്കുന്ന. ആലോചിക്കണം, അനശ്വര രാജൻ ഒരു ബാലനടിയായിട്ട് വന്നിട്ടുള്ളതാണത്. ആ കുട്ടിയുടെ പെർഫോമൻസ് അന്നേ ഗംഭീരമായിരുന്നു. ഇപ്പോൾ 2-3 സിനിമകൾ കൂടി കഴിഞ്ഞപ്പോൾ ആ കുട്ടി നായിക സ്ഥാനത്ത് സജീവമായി. പക്ഷെ ഈ സിനിമ ഇതിലെ സാറ എന്നുള്ള കഥാപാത്രം തട്ടമിട്ടുകൊണ്ട് നടക്കുന്ന, അതായത് അന്ധയായ പെൺകുട്ടിയുടെ കഥാപാത്രം, അതിസുന്ദരിയായ അന്ധയായ പെൺകുട്ടിയുടെ കഥാപാത്രമാണ് ഈ അനശ്വര രാജിലെ സാറ എന്നുള്ള കഥാപാത്രം. ഈ സാറ എന്നുള്ള കഥാപാത്രവും സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന. ആലോചിക്കണം, എന്താണ് സാറയുടെ പ്രത്യേകത? കാരണം നമ്മുടെ നാട്ടിൽ റേപ്പ് നടക്കുന്ന സംഭവമായി വന്നിരിക്കുന്നു. പലപ്പോഴും മുൻപ് നടന്നിട്ടുണ്ട് ചിലതും, അത് പലരും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയാണ് പോകാറ്. അപൂർവം ചിലത് മാത്രമാണ് കോടതിയിലെത്തുന്നത്, ജനശ്രദ്ധ ആകർഷിക്കുന്നത്, കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന. ആലോചിക്കണം, അങ്ങനെ 98% ഇത്തരം കേസുകൾ പുറം ലോകം അറിയാതെ പോകുന്നത് താൻ അവഹേളിക്കപ്പെടും, തൻ്റെ കുടുംബം അവഹേളിക്കപ്പെടും എന്നുള്ള ധാരണ കൊണ്ട്, പേടി കൊണ്ട് മാത്രമായിരിക്കുന്നു. അത് മാറ്റിയെടുക്കുകയാണ് സിനിമയിലൂടെ. കാരണം സാറയുടെ കുടുംബം, സാറയുടെ അച്ഛൻ അതിമനോഹരമായിട്ടാണ് ജഗദീഷിൽ അവതരിപ്പിച്ചാലിരിക്കണം. ആ കുട്ടിക്ക് വിവാഹപ്രായം എത്താറായ പെൺകുട്ടിയാണ് സാറ. ആ അന്ധയായ സാറ റേപ്പ് ചെയ്യപ്പെടുമെന്ന് ആലോചിക്കണം. തെളിവുകൾ വേറെ ഇല്ല, തെളിവുകൾ ഹാജരാക്കാനില്ല. ആകെ അറിയാവുന്ന തെളിവുകൾ വെച്ചാൽ ഈ യുവതിക്കിടെ ആ സ്പർശനം, അതിൻ്റെ ശബ്ദം, ഇതെല്ലാം വെച്ചിട്ടാണ് മോഡലുണ്ടാക്കുക. അങ്ങനെ പ്രതിമയുണ്ടാക്കാൻ ഈ കുട്ടിക്ക് അറിയാവുന്നുള്ള അങ്ങനെയുള്ള കഥാപാത്രം വന്നപ്പോൾ ഇത് കേസിന് പോകുമ്പോൾ തെളിവില്ല എന്നറിയുമ്പോൾ കോടതികളിൽ വേട്ടയാടപ്പെടുന്നതിൻ്റെ നഗ്നമായ ചിത്രം ഉണ്ടായിട്ട് പോലും, ഇവർക്ക് ഭീഷണി ഉണ്ടായിട്ട് പോലും അവർ ആ കേസിൽ നിന്ന് പിൻവാങ്ങില്ല. രാഷ്ട്രീയം, അധികാരം, ധനം, മറ്റു ബന്ധങ്ങളെല്ലാം എതിർ പാർട്ടി ഉണ്ടായിട്ട് പോലും ഈ സാറയും കുടുംബവും പൊരുതി നിന്നു എന്നാലോചിക്കണം. ആ പൊരുതലിൻ്റെ ഒരു വശമാണ് ഈ നേരിൽ നിന്നാലോചിക്കണം. അത് വിജയിക്കുമ്പോഴും അറിയുന്നതാണ് ഈ രാജ്യത്തെ യുവതികൾ, സ്ത്രീകൾ എല്ലാം തങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ തുറന്ന് പറയണം, പടവെട്ടണം. അപമാനം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. പക്ഷേ ഈ 2 സിനിമകളും ഈ 2 കഥാപാത്രങ്ങളും സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മലയാള സിനിമയ്ക്ക് ഈ വർഷം ലഭിച്ച 2 നല്ല സിനിമകളും 2 നല്ല സ്ത്രീ കഥാപാത്രങ്ങളുമാണെന്ന് ആലോചിക്കണം. ഓമനയും സാറയും. അത് ചർച്ച ചെയ്യപ്പെടുന്നു. ചർച്ച ചെയ്താൽ മാത്രം പോരാ, സ്ത്രീകളും അതുപോലെ തന്നെ പ്രതികരിക്കാൻ തയ്യാറാകണമെന്ന് ധ്വനിയാണ് ഈ സിനിമകളിലെ കൊടുത്തുകൊണ്ടിരിക്കുന്ന. ആലോചിക്കണം, അതൊരു നല്ല കാര്യമല്ലേ?